ഇപ്പൊ കുറച്ച് പോയിന്റ്സ് എടുത്തുള്ളൂ. ഞാനിത് കവർ ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞില്ല. അതിലൊന്ന് പോയിന്റ് എടുത്തിട്ടുള്ളൂ. എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ട്രാൻസ്ഫോർമേഷൻ്റെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഒരു വ്യക്തിയെ അല്ലെ, ഒരു പേഷ്യന്റിന് ഒരു പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറയും നമ്മൾക്ക് സൗകര്യക്കുറവുകൾ ഉണ്ട് എങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയും. അതല്ലെങ്കിൽ പേഷ്യൻസിന്റെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് ചിലപ്പോൾ വേറെ അല്ലെ രോഗനിർണയം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഈ പേഷ്യന്റ് ഫിസിഷ്യന്റെ ട്രീറ്റ്മെന്റിലല്ല അണ്ടറിലല്ല പറയുന്നത്, ഒരുപക്ഷെ കാർഡിയോളജിയുടെയോ അല്ലെങ്കിൽ ന്യൂറോളജിയുടെയോ ഒക്കെ അടുത്തേക്കാണ് വരേണ്ടതെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫർ നടത്താം. അതല്ലെങ്കിൽ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് ചിലപ്പോ എന്താണ് രോഗത്തിന്റെ ആ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അത് പ്രതികരിക്കുന്നില്ല എങ്കിൽ ചിലപ്പോ ഡോക്ടേഴ്സ് സ്വന്തം ഹോമിലേക്കൊക്കെ വ്യക്തികളെ പേഷ്യൻസിനെ പറഞ്ഞു വിടാറ്. അതാണ് മെയിൻ ആയിട്ട് ട്രാൻസ്ഫർ പേഷ്യന്റിൽ വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞു നടത്തിയെന്ന് പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഗദർ ദ വാർഡ് ആർട്ടിക്കിൾസ് തുടങ്ങിയാണോ എടുക്കേണ്ടത്? ഗദർ ദ വാർഡ് ആർട്ടിക്കിൾസ് ആണോ, അത് തുടങ്ങിയാണോ പറയേണ്ടത്? ഇത് ഫുൾ ആയി എന്നാണ് വിചാരിച്ചത് കേട്ടോ, മറ്റു ക്ലാസ്സുകളുടെ വെച്ച് നോക്കിയപ്പോൾ. ഓക്കെ, എന്തായാലും അപ്പൊ ഇതില് പറയുന്നത് എന്താണ്, നമ്മള് ശേഖരിച്ച് നമ്മൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ നിലവിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ചിട്ട് വേണം അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ എവിടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നമ്മുടേതായിട്ടുള്ള സാമഗ്രികളെ, അതായത് പേഷ്യന്റിൻ്റെതായിട്ടുള്ള കുറച്ച് വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്തിട്ട് വേണം മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട്. Then evaluate the method for transport, inform the receiving nurse. അതായത് നമ്മൾ ഏത് രീതിയിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഫിസിഷ്യന്റെ അണ്ടറിലാണെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ അല്ലെ വേറെ നെഫ്രോളജിയുടെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏത് രീതിയിലാണ് സാധാരണ നമ്മൾ നടന്നാണോ പോകുന്നത്, അല്ലെങ്കിൽ വീൽ ചെയർ ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണോ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മുടെ റിസീവിംഗ് നേഴ്സിനെ അറിയിച്ചിരിക്കണം. Maintain the patient's physical welfare during the transport to a new nursing unit. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു ക്ഷേമങ്ങൾ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഫിസിഷ്യന്റെ അണ്ടറിൽ വന്നപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം പുതിയ നഴ്സിംഗ് യൂണിറ്റിനെ കൃത്യമായിട്ട് തന്നെ അറിയിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതിന് എക്സ്റേയിലോ എടുത്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പുതിയ നഴ്സിംഗ് യൂണിറ്റിനെ അത് മനസ്സിലാക്കി കൊടുക്കണം. Then provide oral report about the patient's condition to receiving unit. അപ്പൊ നമ്മള് വ്യക്തിയെ അല്ലെ ഒരു പേഷ്യന്റിനെ നമ്മുടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓറലായിട്ട് നമ്മള് അല്ലെ ആ ഒരു നഴ്സ് തന്നെ മറ്റു നഴ്സിനോട് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം. ഇന്ന രീതിയിലാണ് പേഷ്യന്റ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്, അപ്പൊ ഇങ്ങനെയാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഇന്ന ഒരു രോഗനിർണയം നടത്തിയപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അല്ലെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി വന്നത് കണ്ടീഷൻ എന്തായിരുന്നു, ഇപ്പൊ നിലവിൽ എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തു, എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നെല്ലാം കാര്യങ്ങൾ ഓറലായിട്ട് ആ നഴ്സിനെ അറിയിക്കേണ്ടത്. All documentation including care plan is completed. അതായത് എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റുകളും അല്ലെ നമ്മളിപ്പോ അഡ്മിഷൻ കിട്ടി നിലവില് ഇതുവരേക്കുമുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന രേഖകളാണെന്നോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം.
ഈ നിലവിൽ ഇതുവരെയും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അവരെ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കണം. Then assist the patient's arrival to new unit. അതായത് പുതിയ നഴ്സിനെ കൃത്യമായിട്ട് ഏത് സമയത്താണ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അറിയിച്ചിരിക്കും. അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ന്യൂ യൂണിറ്റ്. അതായത് ഇപ്പൊ ഒരു നഴ്സ് നമ്മളിപ്പോ നഴ്സിനെ അറിയിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് സ്ട്രക്ചറോട് കൂടിയിട്ടൊക്കെയാണ് പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് വിടുന്നതെങ്കിൽ അവിടെ അല്ലെ ആ ഒരു ബെഡിലേക്ക് കിടത്താനൊക്കെ ആയിട്ട് അസിസ്റ്റന്റുമാരെ അറിയിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അവരെ ഇൻഫോം ചെയ്യും. Then transport the patient to a new room and assist in transferring to bed. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാൻ ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവിടെ അസിസ്റ്റ്മെന്റ് റെഡി ആയിട്ടുണ്ടായിരിക്കണം. Then exchange the belongings, medical records and reports. അതായത് നമ്മൾ എല്ലാ തരത്തിലുള്ള സാമഗ്രികളും മെഡിക്കൽ റെക്കോർഡ്സുകളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് പുതിയ യൂണിറ്റിലേക്ക് കൈമാറ്റം ചെയ്യണം. Then in the new unit procedure is similar to that admission procedure. അതായത് പുതിയ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് എങ്ങനെയാണോ ഒരു പേഷ്യന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗിയെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ചെയ്യേണ്ട പ്രവർത്തികൾ. Then clean the unit where the patient is admitted and keep ready for the next patient after transferring. അപ്പൊ എല്ലാ യൂണിറ്റും നമുക്കറിയാം അവിടെ അല്ലെ ഒരു പേഷ്യന്റിനെ നമ്മൾ വിട്ട് മാറി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുമ്പോഴാണ് പിന്നെ ആ റൂം വെക്കേറ്റ് ചെയ്ത് ക്ലീനപ്പ് ഒക്കെ ചെയ്ത് അവരുടെ സൗകര്യമെല്ലാം തന്നെ കൊടുത്തയച്ചതിന് ശേഷം പുതിയ പേഷ്യന്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് വിത്തിൻ ദ ഫെസിലിറ്റി. അതായത് ഹോസ്പിറ്റലിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ ഹോസ്പിറ്റലിലെ മറ്റൊരു ഇതിലേക്ക് ഒരു പേഷ്യന്റിനെ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നടപടിക്രിയ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ ഇന്നെടുത്ത ഭാഗം അതായത് പേഷ്യന്റിനെ നഴ്സിനെ അറിയിക്കണം എന്തൊക്കെയാണ് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കണം. ഡോക്യുമെന്റുകളെല്ലാം ആ നഴ്സിന് കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അസിസ്റ്റന്റുമാരുകൾ വേണമെന്ന് അറിയിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതായത് നമുക്കറിയാം സെൽഫായിട്ടാണ് ഈ പേഷ്യന്റ് പോണെങ്കിൽ നമുക്കറിയാം അസിസ്റ്റന്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു സ്ട്രക്ചറോട് കൂടിയാണ് പോകുന്നതെങ്കിൽ ബെഡിലേക്ക് കിടത്താനൊക്കെ ആയിട്ട് അവിടെ അസിസ്റ്റന്റുമാർ റെഡി ആയിട്ടിരിക്കണം. പിന്നെ എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും അവിടെ സബ്മിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ എന്തെങ്കിലും അല്ലെ നമ്മള് സാധാരണയായിട്ട് പുതിയൊരു പേഷ്യന്റിനെ എങ്ങനെയാണോ അഡ്മിഷൻ കൊടുക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗിയെ അഡ്മിഷൻ സ്വീകരിക്കുമ്പോഴും ഉള്ള നടപടിക്രമങ്ങൾ എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് അവിടെ ക്ലീൻ ചെയ്യുക ആ ഏരിയ മറ്റൊരു പുതിയൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കഴിയുമ്പോൾ ആ റൂം മറ്റൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി സജ്ജമാക്കി കൊണ്ടുവരിക. ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എക്യുപ്മെന്റ്. നിങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യാട്ടോ. നമ്മള് അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളും നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ചില എക്യുപ്മെന്റ്സോട് കൂടിയിട്ടായിരിക്കണം ഇവരെ എക്സ്ചേഞ്ച് ചെയ്യാൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാതെ പറഞ്ഞു. അത് സാധാരണയായിട്ട് എന്താണ് വീൽ ചെയർ സ്ട്രക്ചർ അല്ലെ ഇവരെ ചിലപ്പോ സ്വമേധയാ നടക്കാനായിട്ട് സാധിക്കാത്തവര് വീൽ ചെയറിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. ഐഡന്റിഫിക്കേഷൻ ലേബൽസ് അതായത് ഏത് ഡോക്ടറിന്റെ കീഴിലായിരുന്നു ഇത്രയും നാളത്തെ ട്രീറ്റ്മെന്റ് അതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ലേബലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലേബലോട് കൂടിയിട്ടായിരിക്കണം അവര് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട്. നെക്സ്റ്റ് പേഷ്യൻസ് ബിലോങ്ങിങ്സ് അതായത് പേഷ്യന്റിന്റെ കൂടെ എന്തൊക്കെ സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം തന്നെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴും കൊണ്ടുപോകേണ്ടതാണ്. ചിലപ്പോൾ ഇനി ഒരു പക്ഷെ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ അതടക്കം തന്നെയാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടത്. എന്താണ് എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽസ്. അതായത് നമ്മൾ എന്തെങ്കിലും എക്സ്റേയോ ഇസിജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ എല്ലാം റിപ്പോർട്ടുകളും റെക്കോർഡുകളും ഫയലുകളെല്ലാം ആയിട്ടാണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടത്. കാർഡിയാക് മോണിറ്ററിംഗ് ഈസ് റിക്വയർഡ്. കേസ് നമുക്കറിയാം ഒരു പേഷ്യന്റിനാണ് ഇസിജി എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കിയാണ് വ്യക്തിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ മോണിറ്ററിംഗ് ആവശ്യമുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ ആ മോണിറ്ററിനോട് കൂടിയിട്ടായിരിക്കണം
സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇത് കൊണ്ടുപോകണം അല്ലെ. മൾട്ടി ചെയ്യുന്ന എക്യുപ്മെന്റ്സോട് കൂടിയായിരിക്കണം നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴും. നമുക്കറിയാം അല്ലെ, പോണ വിധിന്ത ടൈമിനുള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോണിറ്ററിങ് കാര്യങ്ങളും കൂടി ആവശ്യമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അതോടുകൂടി തന്നെയായിരിക്കണം നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്യുപ്മെന്റ്സും എന്താണോ നെസസറി എക്യുപ്മെന്റ്സും പേഷ്യൻസിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ സ്റ്റേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിതിൻ ദ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ എക്സ്ചേഞ്ച് ചെയ്യാറ് മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പുറത്തേക്ക് അല്ലെ, പുറത്ത് ഔട്ട്സൈഡിലേക്ക്, പുറത്ത് ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻസ് physician has written the transfer order on his chart and has completed the special transfer form. Form FOR. അതായത് നമ്മളൊരു ഫിസിഷ്യൻ അല്ലെ, ആ ഡോക്ടർ കൃത്യമായിട്ട് തന്നെ റിട്ടൺ ആയിട്ട് തന്നെ എഴുതി തയ്യാറാക്കിയിരിക്കണം. എന്താണ് കൃത്യമായിട്ട് തന്നെ എന്തൊക്കെ രീതിയിലാണ് ഈ പേഷ്യൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് റിട്ടൺ ആയിട്ട് തന്നെ. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ഇവിടെ നിന്ന് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. തന്നെ ട്രാൻസ്ഫർ ഫോം ഉണ്ടെങ്കിൽ ആ ഫോമുകൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ വ്യക്തിയെ മറ്റൊരു ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടും. This form should consist of the patient's diagnostic care summary, drug regimen, and special care instructions such as diet and physiotherapy. അതായത് ഇങ്ങനെ കൈമാറുന്നത് ഈ ഫോമിനോടൊപ്പം തന്നെ എന്താണ് വ്യക്തമാക്കി വെക്കേണ്ട മറ്റു കാര്യമാണ് ഈ രോഗനിർണയം. എന്താണ് ഈ വ്യക്തിക്ക് രോഗം എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ ഫെസിലിറ്റി ഇല്ലാതെയാണ് മറ്റൊരു ഫെസിലിറ്റി പറഞ്ഞിരിക്കുന്നെങ്കിൽ എന്താണ് കണ്ടുപിടിച്ച രോഗം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ സമ്മറി ചെയ്തുള്ളത്. പിന്നെ ഡ്രഗ് റെജിമെൻ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അല്ലെ, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സജസ്റ്റ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി, അതായത് ഭക്ഷണത്തിൽ ഇന്ന സമയം ഉൾപ്പെടുത്തരുത്, ഭക്ഷണത്തിൽ ഇന്ന സമയത്ത് കഴിക്കണം, ഇടപെട്ട ഇന്ന സമയങ്ങൾ ഭക്ഷണങ്ങൾ പ്രോട്ടീൻ കൂടിയ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഉപ്പ് ചേർക്കാൻ പാടില്ല. അങ്ങനെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് തന്നെ കാണിച്ചിരിക്കണം. ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഫോമിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളതായിരിക്കും മറ്റൊരു പ്ലേസിലേക്ക് ചെയ്യും. നമുക്കറിയാം ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ അവരുടെ സമ്മറിയും അല്ലുള്ള നിലവിലുണ്ടായിരുന്ന രോഗത്തിന്റെ സമ്മറിയും കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവിടെയുള്ള ഡോക്ടേഴ്സിന് തീരുമാനിക്കാൻ സാധിക്കുക ഇന്ന പേഷ്യന്റ് ഈ പേഷ്യന്റ് ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇന്ന പുതിയ എക്യുപ്മെന്റ്സിന്റെ ഉപയോഗമാണെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇതിച്ചും കൂടി രോഗം ശാന്തമാക്കാനായിട്ട് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടേഴ്സിന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് complete the nursing summary that includes the patient's assessment, progress, needed nursing treatments, and the special needs to make sure the continuity of care. നമ്മൾ നേരത്തെ ഡോക്ടറിൻ്റെതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഈ നെക്സ്റ്റ് ഇപ്പൊ ഒരു നഴ്സ് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ എന്തൊക്കെയാണ് ഈ രോഗി വന്നപ്പോൾ ഏതായിരുന്നു അവസ്ഥ, ഈ വ്യക്തിക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ, ഇതിന്റെ മെഡിസിൻസ് കൊടുത്തപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഇച്ചിരി കൂടി എന്തെങ്കിലും കെയർ കിട്ടേണ്ടതുണ്ടോ, സ്പെഷ്യൽ ആയിട്ട് അല്ലെ സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ ആണ് ക്യാൻസർ സെന്ററിലൊക്കെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗനിർണയം നടത്തിയിട്ട് ഈ വ്യക്തി വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ അതല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് കൊടുത്തപ്പോൾ ഇന്ന പുരോഗതികൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇന്ന സ്പെഷ്യൽ നീഡ്സുകൾ ആവശ്യങ്ങളുണ്ട്
ഇത്തരം മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നഴ്സുമാരുടെ സമ്മറി കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് to make sure the continuity of care. അപ്പോൾ തീർച്ചയായിട്ടും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത് മസ്റ്റ് ആയിട്ടും നഴ്സുമാരുടെ സമ്മറി കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. Then settlement of the hospital fees. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട വിധികളെല്ലാം സ്വീകരിക്കണം. Then retain one copy of the transfer form and the nursing summary with the patient's chart and pass on other copy to the receiving facility. അതായത് ഒരു കോപ്പി അല്ലെ ഇതിന്റെ നമ്മളെ ഫോമോ കാര്യങ്ങളൊക്കെ നഴ്സിംഗ് സമ്മറി ആയിട്ടുള്ള സംഭവത്തിന്റെയൊക്കെ ഒരു കോപ്പി മസ്റ്റ് ആയിട്ട് അവിടെ നമുക്കറിയാം ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ടിനോട് കൂടി ഇരുത്തി കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതർ കോപ്പി മറ്റൊരു കോപ്പി എന്താണ് അവിടെ റിസീവിങ് ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ റിസീവ് ചെയ്യാനിരിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സുമാർക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ അത്രയാണ് എന്താണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? സ്പീഡ് കൂടുതലാണോ? അപ്പൊ നമുക്ക് ക്ലിയർ ആണെന്നും പറയുന്നു പറയേണ്ട സുഖം പറയുന്നുണ്ട്. ക്ലിയർ ആയതിന്റെ എന്നാണോന്ന് അറിയില്ല. അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ട്രാൻസ്ഫർ പേഷ്യന്റിന്റെ ഫസ്റ്റ് 1-2 ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. അതായത് വിതിൻ ദ ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സ്പീഡ് നോർമൽ ആണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇങ്ങനെ പോകാം. എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്? കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. അതായത് നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന് ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റി കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കുള്ളത് എന്താണ്? ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആയുള്ള പേഷ്യന്റിനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. നമുക്കറിയാം ഒരു പേഷ്യന്റിന് ക്രിട്ടിക്കലി ഇല്ലാവുമ്പോൾ അവരെ നല്ല രീതിയിൽ കെയറോട് കൂടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും അല്ലെ ആ രോഗം വഷളാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ എന്താണ് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം അവരെ കൈകാര്യം ചെയ്തിട്ട് മറ്റൊരു പ്ലേസിലേക്ക് ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പ്ലേസിലേക്കാണെങ്കിലും വേറെ ഫെസിലിറ്റിയുള്ള വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കും മറ്റേതെങ്കിലും പ്ലേസിലേക്കും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അവിടെ കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ട്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, പറഞ്ഞയക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കണം അല്ലെ. പേഷ്യന്റിന്റെ ആരോഗ്യനില നമ്മുടെ ഇൽ പേഷ്യന്റ് ആണ് ക്രിട്ടിക്കലി ഇല്ലാണ് വഷളായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടയോ എന്ന് ആശയവിനിമയം നടത്തി തീരുമാനം എടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ഗോൾ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന് മുൻകൂട്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടായിരിക്കണം ഇവരെ ട്രാൻസ്ഫർ ചെയ്യാൻ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. വീണ്ടും നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അതായത് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാണ്? റോഡ് മാർഗം ഉപയോഗിച്ചോ എയർ മാർഗം ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന തീരുമാനം. വീണ്ടും പറയുന്നത് എന്താണ്? അക്കമ്പനി വിത്ത് ദ പേഷ്യന്റ്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ ഇവരെ അനുഗമിക്കണം? റിലേറ്റീവ്സ് മാത്രം മതിയോ? അല്ലെങ്കിൽ നഴ്സുമാരുടെ കൂടി മേൽനോട്ടത്തോട് കൂടിയിട്ട് പറഞ്ഞേക്കണോ? ഡോക്ടേഴ്സ് വേണോ?
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരാം. വൾനറബിലിറ്റീസ് ഒക്കെ പഠിക്കാനുണ്ട്. സ്വമേധയാ നമുക്ക് തീരുമാനമെടുക്കാനൊന്നും സാധിക്കുകയില്ല. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇനി വീണ്ടും പറയുന്നത് എക്യുപ്മെന്റ് ഡ്രഗ്സ് ആൻഡ് മോണിറ്റർ. അതായത് ഇവരെ പറഞ്ഞയക്കുമ്പോൾ ഈ ഷിഫ്റ്റ് പേഷ്യൻസിന് മറ്റൊരു പ്ലേസിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്തൊക്കെ എക്യുപ്മെന്റും കൂടി ലഭിച്ചിട്ട് അല്ലെ, ചിലപ്പോഴൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ECG ഒക്കെ മോണിറ്റർ ചെയ്യുന്ന എക്യുപ്മെന്റ്സോട് കൂടിയിട്ട് പറഞ്ഞേക്കേണ്ടി വരും. ചിലപ്പോൾ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പൊ അത്രയും പോയിന്റ്സുകൾ കൈകാര്യം ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇൽ പേഷ്യന്റ് നമ്മൾ ഈ ഒരു ഇതോട് കൂടിയിട്ട് ചെറിയ ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് പേഷ്യന്റ് തീരെയാണ്. അപ്പൊ ഇത് ആണ് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അതായത് ഒരു ഇൽ പേഷ്യന്റ്, ഒരു രോഗം കൂടുതലായിട്ട് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റിനെ എങ്ങനെയാണ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. ഈ പേഷ്യന്റിനെ പറഞ്ഞ് ഇങ്ങനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകണോ വേണ്ടെന്ന്. രണ്ടാമതായിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കണം. പിന്നെ അത് ഏത് മാർഗം ഉപയോഗിച്ചാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ആരൊക്കെയാണ് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വേണ്ടി വരുന്നത്. നമുക്കറിയാം പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ആവുമ്പോൾ ഡോക്ടേഴ്സും നഴ്സുമാരും അടക്കൊക്കെയാണ് അല്ലെ, അവരുടെയൊക്കെ ഉദ്ദേശിച്ചൊക്കെയാണ് പേഷ്യൻസിനൊക്കെ കൊണ്ടുപോകുന്നത്. അതേമാതിരി തന്നെ എന്തൊക്കെ എക്യുപ്മെന്റ്സോട് കൂടിയിട്ടാണ് ഈ രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇത്തരം കീ എലമെന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാം ഫസ്റ്റ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് ദ ഡിസിഷൻ ഓഫ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് important vulnerabilities of exposure of the patient and the staff to extra expense for the relatives and the hospital. അതായത് നമ്മളുടെ ശരിക്കും ശരിയായ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുറച്ച് നാൾ പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കും. അവർ തമ്മിലൊരു ബന്ധമുണ്ടാവും അല്ലെ. അവിടെ ഹോസ്പിറ്റലിലെ നഴ്സുമാരും ഡോക്ടേഴ്സും ആ പേഷ്യന്റ്സിന്റെ റിലേറ്റീവ്സും തമ്മിൽ കുറച്ച് നാളിങ്ങനെ ട്രീറ്റ്മെന്റിലായിരിക്കുമ്പോൾ അവർ തമ്മിലൊരു നല്ലൊരു ബന്ധമുണ്ടായിരുന്നു, വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടാകും. അപ്പൊ ഇമ്പോർട്ടന്റ് വൾനറബിലിറ്റീസ് ഓഫ് എക്സ്പോഷർ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളത് അല്ലെ, നമ്മുടെ അവരുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ ബേസിൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ ബേസിൽ അവർക്ക് വ്യക്തിപരമായിട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ആശയവിനിമയം നടത്തേണ്ടത്, തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ദുർബലരായിട്ടുള്ള വൾനറബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബല അവസ്ഥയിലാണ് ഇങ്ങനെ ക്രിട്ടിക്കലി ഇല്ലാത്ത സമയത്തൊക്കെ. അപ്പൊ അവര് അതല്ലേ ആ ഒരു സമ്പർക്കത്തിന്റെ ബേസിൽ അവരുടെ ആശയവിനിമയം നടത്തുകയാണ്. പേഷ്യന്റിന്റെ സ്റ്റാഫ് നമ്മളിപ്പോ കൂടുതൽ റിസ്ക് എടുക്കണമോ, കൂടുതൽ എക്സ്പെൻസുകൾ ചെലവാക്കണമോ എന്നുള്ളത് കൂടുതൽ ആശയവിനിമയം നടത്തിയിട്ട് ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും ചെലവഴിച്ചാലും നിങ്ങൾക്ക് രോഗിയെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും, വലിയ പ്രശ്നമില്ല, ഇങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് അല്ലെ, ഒരു രക്ഷപ്പെടാൻ നമ്മളൊരു ചാൻസ് ഉണ്ട് എന്നൊക്കെ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഇത് തരികയാണെങ്കിൽ, ഉറപ്പ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗിയെ അല്ലെ മാക്സിമം ശുശ്രൂഷിക്കാനായിട്ട് റിലേറ്റീവ്സ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്, ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ഡിസിഷൻ, ഒരു തീരുമാനം ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് important vulnerabilities of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. ഹോസ്പിറ്റലിന്റെ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പരസ്പരം ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്, ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്, കൊണ്ടുപോകണോ വേണ്ടയോ. Then the decision to transfer the patient is decided by a senior consultant level doctor by way of a discussion with the patient's relatives about the benefit and the risk important. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഡോക്ടേഴ്സിനെ അറിയിക്കാൻ ശ്രമിക്കും അല്ലെ, എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നഴ്സുമാരും അല്ലെങ്കിൽ റിലേറ്റീവ്സും അവരെല്ലാം അവരുടെ വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ദുർബല സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, കൂടുതൽ വഷളാകുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കഷൻ ചെയ്യുന്ന മാറ്റർ അവരുടെ തീരുമാനം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടേഴ്സിനെ അറിയിക്കുകയാണ്. അപ്പൊ ഡോക്ടർ കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനോട് ഈ വ്യക്തിയെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്, അബൌട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഇൻവോൾവ്, വ്യക്തിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള ചാൻസുകളെ കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ ഉണ്ടാവാവുന്ന ചിലപ്പോൾ റിസ്കുകൾ അല്ലെ, ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസിയലി ചിലപ്പോൾ പാഠം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും പെർസെന്റേജ് നിങ്ങൾക്ക്
ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയല്ലേ അവരൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് അവര് സീനിയർ കൺസൾട്ടൻസ് ഡോക്ടേഴ്സ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് തയ്യാറാവുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. Next എന്താണ് a written and informed consent of the patients relatives along with the reason to transfer is compulsory before the transfer. നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മളല്ലേ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ വീടുകളിലേക്ക് രോഗത്തിനോട് പ്രതികരിക്കാൻ തുടങ്ങാത്ത അവസ്ഥകളിലൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. എങ്ങനെ കൊണ്ടുപോയാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണെങ്കിലും വീടുകളിലേക്കാണെങ്കിലും അല്ലെ എങ്ങനെ ഏതെങ്കിലും പ്ലേസിലേക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് റിമൂവ് ചെയ്യും വ്യക്തിയെ എന്താണ് കൊണ്ടുപോകാനായിട്ട് തയ്യാറാകുകയാണ് മസ്റ്റായിട്ടും അവിടെ ഒരു കൺസെന്റ് പോകണം അല്ലെ നമ്മള് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആ ഒരു കൺസെന്റ് പോകാൻ സമ്മതപത്രം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റാണ്. റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് അല്ലെ നമ്മൾ എഴുതി തയ്യാറാക്കി ആ ഫോമുകളിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ സമ്മതം റിലേറ്റീവ്സിന്റെ സമ്മതം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും കമ്പൽസറി ആയിട്ട് മസ്റ്റാണ് ആ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം നമുക്കറിയാതെ ക്രിട്ടിക്കലി ഇൻപേഷ്യന്റ് ആണ് ആ വ്യക്തിക്ക് അസുഖം തീർച്ചയായിട്ടും മാറിയിട്ടൊന്നുമില്ല, ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് അസുഖമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പക്ഷേ മരുന്നുകൾ പ്രതികരിക്കാത്തത് കൊണ്ട് വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇത്തിരി കൂടി നല്ല ബസ്സിലേക്കോ ഹോസ്പിറ്റലിലേക്കോ അവരുടെ റിലേറ്റീവിന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള റിട്ടൺ ഫോം ഫിൽ ചെയ്യാൻ. Next, direct communication between the shifting and receiving facility should be by sharing complete information on the patient's clinical condition, treatment being given, reasons for transfer, method of transfer, and timeline of transfer in a written document. അതിനുശേഷം ഈ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനവും കൺസെന്റ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇവരെന്താണ് പേഷ്യന്റിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എങ്ങനെയാണ് അത് വ്യക്തി ഇവിടെ വന്ന് അഡ്മിഷൻ രേഖപ്പെടുത്തിയത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്, ഏത് രീതിയിലാണോ വാഹനത്തിലൂടെയാണോ എയർവേ വഴിയായിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ട്രാൻസ്ഫർ നടക്കുന്നത്, ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് ആയിരിക്കണം ഈ വ്യക്തിയെ ഈ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് നമ്മുടെ ഈ എലമെന്റ്സില് ഫസ്റ്റ് മെയിൻ ആയിട്ട് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിൽ ആദ്യം തന്നെ എന്താണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നു. പിന്നെ ചീഫ് കൺസൾട്ടന്റ് സീനിയർ കൺസൾട്ടന്റിനെ അറിയിച്ച് അവര് കൺസൾട്ടന്റ് കൃത്യമായിട്ട് ഇതിന്റെ ബെനിഫിറ്റും ഡ്രോബാക്സും അല്ലെ എന്തൊക്കെയാണ് റിസ്കുകളും അല്ലെങ്കിൽ ബെനിഫിറ്റുകളും പറഞ്ഞ് മനസ്സിലാക്കുന്നു. വീണ്ടും തീരുമാനം എടുക്കുമ്പോൾ കൃത്യമായിട്ട് കൺസെന്റ് ഫോം എഴുതി തയ്യാറാക്കി മേടിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയുടെ കണ്ടീഷനുകളെല്ലാം 1 by 1 ആയിട്ട് എന്തൊക്കെ മെഡിസിൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് ബെറ്റർ സിറ്റുവേഷൻസ്, അതിലെങ്ങനെ ഏത് രീതിയിലാണ് വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ എന്താണ് ഏത് സമയത്താണ് എന്നെല്ലാം എഴുതി തയ്യാറാക്കി ഡോക്യുമെന്റോട് കൂടിയിട്ടാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തോട്ടെ. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആണ്. എന്തെങ്കിലും പോയിന്റ്സുകളോ എന്തുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ. ഇനി നമുക്ക് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആണ് നോക്കാം. ഇതിലെന്താണ് നമ്മളുടെ പ്രധാനമായിട്ടും ഈ വ്യക്തിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ക്രിട്ടിക്കൽ ആയിട്ടുള്ള വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനമെടുത്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുമ്പോൾ ആ വ്യക്തിയെ തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ, ആ വ്യക്തിയെ ഒരുക്കേണ്ടതുണ്ട്. അതുമായി മുൻകൂട്ടി ഒരുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് ഷുഡ് ബി ഡൺ പ്രയർ ടു ട്രാൻസ്ഫർ ടു പ്രിവെന്റ് എനി hesitant events or deterioration worsening of the patient's clinical condition. അതായത് നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ ഒരു അല്ലെ അതൊരു ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആണ്, അപ്പൊ സ്റ്റേബിൾ ആയിട്ടുണ്ട് അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേബിൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
വലിയ പ്രശ്നമില്ലാത്ത ദലനം ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കണം ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം priority transfer to prevent any accidental events. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെ, നമ്മളെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓർ ഡിറ്ററിയേഷൻ വേഴ്സൺ, പക്ഷേ രോഗം വഷളമാവാനായിട്ട് അല്ലെ, ചിലപ്പോൾ ആ മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ആ ഒരു ക്ലിനിക്കിൽ ആ ഒരു കണ്ടീഷൻ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഈ പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ശ്രദ്ധ ആവശ്യമായിട്ട് ഇത് ശ്രദ്ധയില്ലാതെ തന്നെ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്നതാണ് ഈ പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് പ്രയോറിറ്റി ട്രാൻസ്ഫർ ടു പ്രിവെന്റ്, മുൻകരുതലുകൾ എടുക്കണം. ഇനി ഹെസിറ്റയിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ രോഗം വഷളാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ അതപ്പതിച്ച് ഡിറ്റോറിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പതിച്ച് പോവുക, വാസനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വഷളാവുക, അല്ലെങ്കിൽ ഹെസിറ്റേൽ ഇവന്റ്സ് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അത് കണ്ടെത്തേണ്ടതുണ്ട്. പ്രിവെന്റ് ആയിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ the patient should be properly reviewed and balanced to maximum extent possible without wasting undue time. അതായത് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ട് സമയത്ത് അല്ലെ, കൃത്യമായ സമയത്ത് തന്നെ ഈ വ്യക്തിയെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കണമെന്നുണ്ട്. In the course of preparation, patients A, B, C and D, that is airway, breathing, circulation and disability. അതായത് ഇതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വ്യക്തിയെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. വ്യക്തമായിട്ട് A, B, C, D എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. A എന്നുള്ളത് എയർവേ, B എന്നുള്ളത് ബ്രീത്തിങ്, C എന്നുള്ളത് സർക്കുലേഷൻ, D എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ്. അപ്പൊ അതെന്തായാലും കൃത്യമായിട്ട് ഇവിടെ വിവരിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ കൃത്യമായിട്ട് ഇങ്ങനെ A, B, C, D കാറ്റഗറി ചെയ്ത് തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. Then and any connected wearable problems should be rectified in this context. The use of a pre-transfer checklist. അതായത് നമ്മളിങ്ങനെ അല്ലെ, നമ്മൾ പൊതുവെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വ്യക്തിയെ കൊണ്ടുപോകുന്നത്, നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അവരെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ, രോഗം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ, റെക്ടിഫൈ ചെയ്ത് കണ്ടെത്താമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പൊ ABCD കാറ്റഗറി ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ രോഗിയുടെ ABC കാറ്റഗറിയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ബിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ, സർക്കുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ക്രോസ് വാച്ചിലുള്ള ബ്ലഡ് ഒക്കെ കൈകാര്യം ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, സംബോധാവസ്ഥയിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ ആ രീതിയിലുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് താമസിക്കണം എന്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കാറ്റഗറി തിരിച്ച് രോഗിയെ നമ്മൾ പ്രിക്കോഷൻ പ്രിപ്പയർ ചെയ്ത് നിർത്തിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഭാഗം. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മറ്റൊരു സൗകര്യമുള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അല്ല എങ്കിൽ ഈ രോഗിക്ക് രോഗം വഷളായി പെട്ടെന്ന് എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ സംഭവിച്ച് അപകടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിയെ ABCD എന്ന കാറ്റഗറി തിരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ്, ഈ രോഗി ഏതാവസ്ഥയിലാണോ, ചിലപ്പോൾ C കാറ്റഗറിയിലുള്ള രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ B കാറ്റഗറിയിലുള്ള രോഗിയാണെങ്കിൽ ആ കാറ്റഗറി അനുസരിച്ചിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ആ രീതിയിലായിരിക്കണം തന്നെ മുൻകൂട്ടി കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ പ്രിക്കോഷൻസുകൾ അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷനിൽ പറയുന്നത്. നമുക്ക് എന്താണ് ഈ കാറ്റഗറിയിൽ വരുന്നത് എന്നൊക്കെ നോക്കാം. The patients with the possibility of airway compromise in the course of a transfer should be electively intubated with an endotracheal tube ETT. അതാണ് അതായത് എൻഡോട്രേഷൻ ട്യൂബ്. എൻഡോട്രേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. കഫ് which should be fixed properly after verifying its exact position.
അതായത് നമ്മളിപ്പോ ഒരു രോഗി അല്ലെ, നമ്മൾ അറിയാം ക്രിട്ടിക്കലി കെയർ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് ഇച്ചിരി കൂടി രോഗാവസ്ഥ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടാണ് ഈ വ്യക്തിയെ നമ്മൾ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരില് ചില എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇപ്പൊ നിലവില് അവര് നിലനിർത്തി കൊണ്ടുപോകും. ചില ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസില് ചില രോഗികള് ചില എക്യുപ്മെന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവര് അവരുടെ രോഗം ഇപ്പൊ തരണം ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ ആ ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ വ്യക്തികളില് ഒരു ട്യൂബ് ഉണ്ടാകും, അതാണ് എൻഡോട്രാഷ്യൽ ട്യൂബ് എന്ന് പറയുന്നത്. എൻഡോട്രാഷ്യൽ ട്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വസനനാളത്തിലേക്ക് ഒരു വിൻഡ് പൈപ്പാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി. അതായത് അവർക്ക് സ്വമേധയാ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ക്രിട്ടിക്കലി ഇഷ്യൂ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അവരൊരു ട്യൂബിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവരുടെ ശ്വസന പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ശ്വസിക്കാൻ കഴിയാത്ത വ്യക്തികള് പലപ്പോഴും അടിയന്തരാവസ്ഥയിലുള്ള അല്ലെ, അവര് എൻഡോട്രാഷ്യൽ ട്യൂബ് വഴിയാണ് അത് അവര് ശ്വാസം എടുക്കുന്നത്. ഒരു ഓപ്പൺ എയർവേ നിലനിർത്തിയിട്ട് ശ്വാസം മുട്ടൽ തടയാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എൻഡോട്രാഷ്യൽ ട്യൂബ്. ഓപ്പൺ എയർ നമ്മൾ സാധ്യമാക്കിയിട്ട് അവരുടെ ശ്വാസം സ്വമേധയെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഇറക്കിയിട്ടുണ്ട് ശ്വസനനാളത്തിലേക്ക്. അതുവഴിയാണ് അവര് ശ്വാസം അതുവഴി വരുമ്പോഴെന്താണ് അവർക്ക് ശ്വാസം മുട്ടില്ലാതെ തന്നെ ശ്വാസം എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ട്യൂബിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവര് ഇപ്പോ ജീവൻ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എൻഡോട്രാഷ്യൽ ട്യൂബ് എന്താണെന്നുള്ളത്? എൻഡോട്രാഷ്യൽ ട്യൂബ് എന്ന് പറയുന്നത് ഒരു വിൻഡ് പൈപ്പാണ്. അത് ശ്വാസം മുട്ടുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അതിന്റെ എയർവേ അത് ശ്വാസ തടസ്സമില്ലാതെ തന്നെ ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ട്യൂബാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദ പേഷ്യന്റ് വിത്ത് പോസിബിലിറ്റി ഓഫ് എയർവേ കോംപ്രമൈസ് ഇൻ ദ കോഴ്സ് ഓഫ് എ ട്രാൻസ്ഫർ ഷുഡ് ബി ആക്റ്റീവ്ലി ഇൻക്യുബേറ്റഡ് വിത്ത് ആൻ എൻഡോട്രാഷ്യൽ ട്യൂബ് with a cover which should be fixed properly after verifying its exact position. അത് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണോ ഫിക്സ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. Some patients need a properly placed nasogastric tube. ചില പേഷ്യൻസ് ആണെങ്കിലോ നാസോഗാസ്ട്രിക് ട്യൂബുകളാണെങ്കിലും അവർ ഉപയോഗിക്കുക. അതിൽ എവിടെ സാധാരണയായിട്ട് നാസോഗാസ്ട്രിക് ട്യൂബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മുക്കിലൂടെ വായിലേക്ക് ഇറക്കുന്ന ഒരു ട്യൂബാണ്. അതുവഴിയാണ് മെഡിസിൻസ് ചെറുതായിട്ടൊക്കെ നമ്മള് ലിക്വിഡ് ആ രൂപത്തില് നമ്മള് റൈസ് ട്യൂബ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ട്യൂബ് നാസോഗാസ്ട്രിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് മെഡിസിൻസ് ഫുഡുകളെല്ലാം ഈ വ്യക്തിക്ക് ക്രിട്ടിക്കലി പ്രോബ്ലം ഉള്ള ആ ഒരു പേഷ്യന്റിന് ഫുഡ് മെഡിസിൻസ് എത്തിക്കുന്നത് അതും കൃത്യമായിട്ട് തന്നെയുള്ള പ്ലേസിലാണോ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. എൻഡോട്രാഷ്യൽ ട്യൂബ് ആണെങ്കിലും നാസോഗാസ്ട്രിക് ട്യൂബ് ആണെങ്കിലും അതിന്റെ പൊസിഷൻ ഓക്കെയാണോ? അത് രണ്ടിന്റെ ഉപയോഗം, ഒന്ന് ശ്വാസം കൊണ്ട് അനുഭവപ്പെടാതെ തന്നെ ശ്വാസം എടുക്കാനായിട്ട്, മറ്റൊന്ന് ഈ വ്യക്തിക്ക് സ്വമേധയാ ഭക്ഷണ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ റൈസ് ട്യൂബ് നാസോഗാസ്ട്രിക് ട്യൂബിന്റെ സഹായത്തോടു കൂടിയാണ് മെഡിസിൻസ് എല്ലാം വയറ്റിലേക്ക് എത്തിക്കുന്നത്. ആ ട്യൂബുകളും കൃത്യമായിട്ട് തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഉറപ്പുവരുത്തുക. Then പറയുന്നു tube in order to prevent the aspiration of a gastric connector during transfer, the cervical spine stabilization may be needed in some trauma patients. ചില പേഷ്യൻസിന് എന്താണ് ഇതേമാതിരി തന്നെ, അതായത് നമുക്കറിയാം കുറച്ച് അല്ലെ, ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം, അവർക്ക് സ്പൈനൽ പ്രോബ്ലമുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും കീപ്പ് ചെയ്തിട്ടുണ്ടാവും, സ്പൈനൽ ഇഷ്യൂസ് ഒക്കെ അവർക്ക്. അതിന്റെ ആ ഒരു ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി സ്ഥിരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു എന്താണ് എന്നുള്ളത് അല്ലെ. പ്രധാനമായിട്ടും സാധാരണയായിട്ട് എൻഡോട്രാഷ്യൽ ട്യൂബും അതേപോലെ തന്നെ നാസോഗാസ്ട്രിക് ട്യൂബും നാസോഗാസ്ട്രിക് ട്യൂബും എൻഡോട്രാഷ്യൽ ട്യൂബും
കൃത്യമായിട്ടുള്ള കേസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then aspiration of a gastric content in urine transfer. അവിടെയും ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഒരു മർദ്ദം അല്ലെ, നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൃത്യമായ അളവിൽ തന്നെ നമുക്ക് എന്താണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്, കൃത്യമായ തന്നെ അളവിൽ തന്നെ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതുമാണ് അല്ലെ. അത് ധമനികളിലെ രക്തവാതക പരിശോധനയ്ക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രിക് ഇത് ഉപയോഗിക്കുന്നത്. അത് കൃത്യതയോടുകൂടിയിട്ട് തന്നെയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം. ഓക്കെയാണോ ഇതിന്റെ ആ ഒരു കണ്ടന്റിന്റെ സംഭവം കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ പേഷ്യന്റിനെ മറ്റൊരു പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പൊ എയർവേ എന്ന ഫസ്റ്റ് ഇതിലുള്ള കാറ്റഗറിയിലുള്ള പേഷ്യന്റിനെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ക്രിട്ടിക്കലി ഈ പേഷ്യന്റ് ആണ്. അവര് ശ്വാസം എടുക്കുമ്പോഴും എന്താണ് എൻഡോട്രേക്കൽ ട്യൂബ് ഘടിപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ശ്വാസം കൊണ്ട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യ പൊസിഷനിലാണോ, അതേമാതിരി തന്നെ ഫുഡ് എന്തുകളും എടുക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് നാസോഗ്യാസ്ട്രിക് ട്യൂബും ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൃത്യമായിട്ട് തന്നെയാണോ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ സ്പൈനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ പ്രിപ്പറേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായതോടുകൂടിയാണോ കൈകാര്യം ചെയ്തതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് എയർവേ എന്ന പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് നെക്സ്റ്റ്. The ventilation should be sufficiently regulated with the optimization of the arterial blood gas values in the suspected pneumothorax. Chest drain should be installed before transfer, especially before air transfer. ഈ കാറ്റഗറിയിലുള്ള നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ബ്രീത്തിങ് എന്നുള്ള ഇഷ്യൂസ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഓക്സിമീറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ് സാധാരണയായിട്ട് ഇവരുടെ ഓക്സിജന്റെ കാർബൺ ഡയോക്സൈഡിന്റെ അളവൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഓക്സിജൻ എടുക്കുന്നുണ്ടോ, കൃത്യമായ രീതിയിൽ തന്നെയാണോ കാർബൺ ഡയോക്സൈഡ് കൊടുക്കുന്നത് അല്ലെ പുറന്തള്ളുന്നത് എന്നുള്ളത് നിരീക്ഷിച്ചിട്ട് വേണം ഇവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതന്നെ അല്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ നമുക്കറിയാം പ്രിക്കോഷൻസ് ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇവരെ കൈകാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പൊ അതാണ് എന്താണ് ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്ന് പറയുന്നത്. ആർട്ടിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഓക്സിജന്റെ ഭാഗിക മർദ്ദം എന്ന് പറയുന്നത് 75 to 100 mm വരെയാണ് വരുന്നത്. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ ഭാഗിക മർദ്ദം എന്ന് പറയുന്നത് 35 to 45 ആണ്. അപ്പൊ അതിന്റെ അളവ് കൃത്യമായിട്ട് തന്നെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പൾസ് ഓക്സിമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് മാത്രമേ ഇതിൽ നടന്നിരിക്കാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ ചെസ്റ്റ് ട്രെയിനിങ്, അപ്പൊ ചെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതായത് അതിന്റെ വായു, രക്തം, ദ്രാവകം മുതലായവ നീക്കം ചെയ്യുന്നതിന് പ്ലൂറൽ സ്പേസ് സ്ഥാപിക്കുന്ന ശസ്ത്രക്രിയ ട്രെയിനുകളാണ് ചെസ്റ്റ് ട്രെയിനുകൾ എന്ന് പറയുന്നത്. അതായത് നീർവീക്കം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ ഈ ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ചെസ്റ്റ് ട്രെയിനിലൊക്കെ ഉണ്ടാവുന്ന അല്ലെ അതുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ആണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉറപ്പ് വരുത്തിയിട്ട് തന്നെ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്തതിനു ശേഷം മാത്രമേ പേഷ്യൻസിനെ അതായത് ഈ രോഗാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ബ്രീത്തിങ് അതുമായി ബന്ധപ്പെട്ട ഓക്സിമീറ്റർ ഒക്കെ വെച്ചിട്ട് കൃത്യമായ തന്നെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഓക്കെയാണോ, അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടായെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ സഹായത്തോടെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ട് ഒക്കെ നടത്തുമ്പോൾ ചെസ്റ്റ് ട്രെയിനിൽ ഞാൻ പറഞ്ഞു വായു, രക്തം, ദ്രാവകം മുതലായവ നീക്കം ചെയ്യുന്നതിനായിട്ട് പ്ലൂറൽ സ്പേസ് സ്ഥാപിക്കുന്ന ഒരു ശസ്ത്രക്രിയ രീതികളാണ് ചെസ്റ്റ് ട്രെയിനുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അതായത് ചെസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു ചെസ്റ്റ് ട്യൂബാണ് വായു, രക്തം, ദ്രാവകം മുതലായവ നീക്കം ചെയ്യും. അതായത് നമുക്കറിയാം നീർവീക്കം കാര്യങ്ങളൊക്കെ ചെസ്റ്റിൽ ഉണ്ടാണെങ്കിൽ അത് നീക്കം ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് തന്നെ രീതിയിൽ അതിന് ഫംഗ്ഷൻ പ്രവർത്തിക്കുക. അപ്പൊ അതുമായി പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ആകുമ്പോൾ അത്
പെട്ടെന്ന് തന്നെ ഇല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഈവൻസ് ഒക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് രോഗം തന്നെ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ രോഗിയെ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് കാര്യമില്ലാതെയോ. അപ്പൊ അതിന് മുൻകരുതലായിട്ട് ഓരോ കാറ്റഗറീസ് ചെയ്തിട്ടാണ് ഈ പേഷ്യൻസിനെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നത്. നേരത്തെ കുട്ടി നമ്മൾ പറഞ്ഞു ഭക്ഷണവും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന ട്യൂബുകളൊക്കെ കഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതല്ലേ ശ്വാസം മുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ കാറ്റഗറിയിൽ പ്രധാനമായിട്ടും ലഭ്യമായിട്ടുള്ള ഓക്സിജനും കാർബൺ ഡയോക്സൈഡിന്റെ ആ ഒരു കൃത്യത ഉറപ്പുവരുത്തുന്നതിന് അതല്ലെങ്കിൽ ജസ്റ്റ് ട്രെയിൻ പോലെ അതായത് അതിന്റെ ട്യൂബുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ലഭ്യതകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അത് മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മാത്രമേ എയർ ട്രാൻസ്പോർട്ട് നടത്താനായിട്ട് ഇത്തരം പേഷ്യൻസിനെ പാടുള്ളൂ. ക്ലിയർ ആയോ? 2 പോയിന്റ് കഴിഞ്ഞു. ഇനി സർക്കുലേഷൻ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള പേഷ്യന്റ് ഏതാണെന്ന് നോക്കാം. The patient should have at least 2 wide or intravenous working canals in place before shifting. അതായത് ഇതില് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, നമുക്ക് മെഡിസിൻസ് അല്ലെ നമ്മളിപ്പോ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ പേഷ്യൻസിന് ക്രിട്ടിക്കൽ ഇതൊക്കെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസ് എല്ലാം കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഈ കനാൽസ് വഴിയാണ് മെഡിസിൻസ് എല്ലാം പുഷ് ചെയ്യുന്നത്. അപ്പൊ 2 തരത്തില് 2 കനാൽസ് എങ്കിലും, അതായത് നമുക്കറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഇവിടെ ഞരമ്പിലൂടെ തന്നെ മെഡിസിൻസ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കനാൽസ് ഉപയോഗിക്കും. അത് 1-2 എണ്ണം കൃത്യമായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ അതായത് നമ്മളുടെ രക്തപ്രവാഹം ഉണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് ആ കനാൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മറ്റൊരു കനാലും കൂടി ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കണം. നമുക്കറിയാം ചിലപ്പോൾ 2 മണിക്കൂർ ഒക്കെ കൊടുത്തിട്ടൊക്കെയായിരിക്കും ക്രിട്ടിക്കൽ കെയർ ഉള്ള പേഷ്യൻസിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും ഡ്യൂറേഷന്റെ സമയത്തിൽ ഇവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കനാലുകൾ അതായത് നമ്മൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിക്കോഷൻസ് ഉണ്ടായിരിക്കണം. അത് 1-2 എണ്ണം മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ബ്ലഡ് ടെമ്പറേച്ചർ രക്തപ്രവാഹം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ മറ്റൊന്നിൽ കൂടി മാത്രമേ മെഡിസിൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 1-2 എണ്ണം അതുകൊണ്ട് അത് നേരത്തെ മുൻകൂട്ടി ഉണ്ടാക്കിയിരിക്കണം. Then it should be regulated, controlled, and any shock should be treated with the intravenous fluid and for a vasopressor. അതായത് നമ്മൾ ഇപ്പോ പൊതുവെ നമ്മളിപ്പോ ഞരമ്പിലൂടെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ആ ഞരമ്പിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവങ്ങളും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം. The availability of a post-matched blood may be needed in the course of the transport. അത് മാത്രം തന്നെ ബ്ലഡ് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആവശ്യകത ഉണ്ടായിരുന്നില്ല അല്ലെ. അത് അനുസരിച്ചിട്ട് ക്ലോസ് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് എല്ലാം നേരത്തെ കൂടി കണ്ടെത്തി വെച്ചിരിക്കണം എന്നുള്ളതാണ്. Availability of a close matched blood may be needed in the course of a transport. ട്രാൻസ്പോർട്ടിന്റെ ആ ടൈമിൽ ചിലപ്പോൾ അതിന്റെ എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അതും നേരത്തെ കൂടി ക്ലോസ് മാച്ച് ചെയ്ത് വച്ചിരിക്കുന്നു. ഇനി ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അപ്പൊ നമുക്കറിയാം അത് കേൾക്കുമ്പോൾ തന്നെ അല്ലെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ന്യൂറോവുമായി ബന്ധപ്പെട്ട പറയില്ല ഞരമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേഷ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. Patients with head injury should have a Glasgow coma scale. Coma scale എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബോധാവസ്ഥയിലല്ല അല്ലെ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയോട് ചിലപ്പോൾ പക്ഷെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടാവാം. പക്ഷേ അവര് പറയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ബോധാവസ്ഥയിലായിരിക്കും അവര് പ്രതികരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ശരീരം ചലിപ്പിക്കാനായിട്ട് കണ്ണുകളുടെ ചലനം എന്നിവയെ ുള്ള കഴിവിനെ അടിസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ആഡിക്വേറ്റ് മോണിറ്റർ സംവിധാനം ആവശ്യമായിട്ട് വരും. അതെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ട് വേണം വ്യക്തികളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് their Glasgow coma scale adequately monitored. ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മോണിറ്റർ ചെയ്യണം. അതെങ്ങനെയാണ്, അതെന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണയായിട്ട് Glasgow coma സ്കെയിൽ വരുന്നത്? കണ്ണുകളുടെ ചലനം, സംസാരിക്കല്, ശരീരം ചലിപ്പിക്കൽ എന്നിവയുടെ കഴിവിനെയാണ് ആ സ്കെയിലിൽ വ്യക്തമായിട്ട് കാണിച്ചത്. And recorded in the document before and in the course of a transfer and before the administration of any sedative or
പാരലിസ്റ്റിക് ഏജന്റ്. അപ്പൊ നമുക്കറിയാം ഇച്ചിരി കൂടി വയലന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി വേദന സംഹാരികൾ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തിട്ടായിരിക്കണം ഈ പേഷ്യൻസിനെ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും ആ സ്റ്റേജ് അനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ശ്വാസം മുട്ടാൻ അനുഭവപ്പെടുന്നവര്, അതല്ലെങ്കിൽ ഇച്ചിരി കൂടി എന്തെങ്കിലും ഓക്സിജൻ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര്, അതല്ലെങ്കിൽ നേരത്തെ കുട്ടി നമ്മൾ പറഞ്ഞ മാത്രമേ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഇതിനകത്ത് ഇഞ്ചക്ട് ചെയ്യേണ്ടതൊക്കെ അതനുസരിച്ചിട്ട് കനാൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊവിഷനൊക്കെ വിട്ടിട്ടായിരുന്നു കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ ക്രോസ് മാച്ചിന്റെ ബ്ലഡ് ഒക്കെ ആവശ്യമില്ലടയ്ക്ക് വരികയാണ്, അതൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടെല്ലാം അത് അറേഞ്ച് ചെയ്തിട്ട് വേണം ഇവിടെ കൊണ്ടുപോകുന്നത്. പിന്നെ സെഡേഷൻ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഇതിനിടയ്ക്ക് ഇരിക്കേണ്ടതുണ്ടായിരുന്നു, അതും കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അതും അതിനോടൊപ്പം കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തി വേണോ ഈ പോകുന്നതിന് മുമ്പ് ഇത്രയും സെഡേഷൻ മെഡിസിൻ കൊടുത്തിട്ട് വേണോ ഈ വേദന സംഭാരികൾ കൊടുക്കണോ, അതെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇത്തരം പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ലാസ്റ്റ് ഒരു പാരഗ്രാഫ് നോക്കാം. The patient should be protected from a cold by providing suitable blankets apart from the above pre-transfer checklist. On the day transfer itself, all basic investigations should be performed to reflect the present condition of the patient. അതായത് നമ്മൾ കൊണ്ടുപോകാൻ ട്രാൻസ്ഫർ നിശ്ചയിക്കുന്ന ദിവസം തന്നെ എന്തെങ്കിലും ബേസിക്കലി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെയും അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം പേഷ്യൻസിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുക. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. താങ്ക് യു. Thank you, Miss.